തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ വിമർശനങ്ങൾക്കിടയിൽ നമ്മുടെ കോൺഗ്രസിന് അടുത്ത പണി. പാർട്ടിക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളായിട്ട് ബന്ധമുണ്ടെന്നാണ് അടുത്ത ആരോപണം. പ്രതിപക്ഷത്ത് ആരെങ്കിലും ആയിരിക്കില്ലേ വിമർശനം ഉന്നയിച്ചതെന്ന് വിചാരിച്ചാൽ തെറ്റി. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മനു തോമസ് ആണ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് സാധാരണക്കാരായിട്ടുള്ള ആ ബന്ധം അങ്ങോട്ട് ഇല്ലാണ്ടായോണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. സാധാരണക്കാരായിട്ട് ബന്ധമില്ലെങ്കിൽ എന്താ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളായും കൊട്ടേഷൻ സംഘങ്ങളായൊക്കെ പാർട്ടിക്ക് നല്ല ബന്ധമുണ്ടല്ലോ എന്നാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന പലരും പറയണത്. CPIM കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല. മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്തിനും കള്ളപ്പണ ഇടപാടുകൾക്കും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആണല്ലേ? ഓക്കെ. പിന്നെന്തിനാണാവൂലെ പാർട്ടിക്കകത്തുണ്ടായിരുന്നവര് തന്നെ സ്വർണ്ണക്കടത്ത്, കള്ളപ്പണം, കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പാർട്ടി ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം എന്തുട്ടാ? തെറ്റുകൾ കണ്ടെത്തി വേണ്ട തിരുത്തൽ വരുത്തുന്നല്ലേ. ആ തിരുത്തൽ എല്ലാ കാര്യത്തിലും വരുത്തണ്ടേ? അങ്ങനെ ഒരു തിരുത്തൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പലർക്കും ഇപ്പൊ പാർട്ടി മെമ്പർഷിപ്പ് പോലും പുതുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഞാൻ പാർട്ടിയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയ ആളാണ്. കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടി പ്രവർത്തനങ്ങൾക്കകത്ത് ഞാൻ പങ്കെടുക്കുന്നില്ല. അതേ തുടർന്ന് തന്നെ ഈ കഴിഞ്ഞ വർഷാവർഷമാണല്ലോ CPMൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന നടപടി ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ CPMൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന വേളയിൽ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കാനും തയ്യാറായിരുന്നില്ല. അല്ലാതെ എന്തേ ഇങ്ങനെ പാർട്ടി യോഗങ്ങളിൽ നിന്നൊക്കെ മാറുന്നത്? പാർട്ടി അംഗം മാത്രമല്ല നിങ്ങൾ, കണ്ണൂർ പോലൊരു ജില്ലയിലെ DYFIയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അപ്പോൾ ചുമ്മാ അങ്ങനെ മാറിയിട്ടില്ലല്ലോ. അത് തീർച്ചയായും അത് പറയുന്നൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. CPMൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പല കാര്യങ്ങള് അതെന്തുട്ടായാലും തിരുത്തലെന്ന് പറഞ്ഞ കാര്യം അത് നടപ്പിലാക്കി കാണിക്കാനേ നമ്മുടെ കോമ്രേഡ്സിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനലൊരു തരിയായപ്പോൾ നമ്മുടെ നേതാക്കൾ പറഞ്ഞത് എന്തുട്ടാ? വീഴ്ച പഠിക്കും, തിരുത്തും. എന്നിട്ട് ഇത്തവണത്തെ ഫലം വന്നപ്പോഴോ അപ്പോഴും കനലൊരു തരി തന്നെ. അപ്പോഴും പറഞ്ഞു എന്തുട്ടാ? പഠിക്കും, തിരുത്തും. അതുകൊണ്ട് തിരുത്തലെന്ന് പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കുന്ന കരുതി നിങ്ങളിപ്പോഴും കാത്തിരിക്കുകയാണോ സുഹൃത്തുക്കളെ? ഓ, പരിതാപകരം. അത് സ്വാഭാവികമാണ്. നമ്മളിതിന് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതിനാ. നമ്മൾ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആ പ്രവർത്തിക്കുന്ന സംഘടന അതിനുതകുന്ന സ്വഭാവം കാണിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെന്ത് ചെയ്യും? നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതാണ് പോയിന്റ്. സമൂഹത്തിന് നന്മ ചെയ്യാത്ത സ്ഥലത്തു നിന്ന് മാറി നിൽക്കണതല്ലേ നല്ലതെന്നാണ് ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയിൽ 10-25 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോമ്രേഡ് പറയണത്. അങ്ങനെ പറയാൻ പാടുണ്ടോ കുട്ടി? ഒന്നുമില്ലെങ്കിലും ബോംബ് നിർമ്മാണത്തിന്റെ കാര്യം വന്നപ്പോൾ DYFIനെയും +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ചെയ്തപ്പോൾ SFIനെയും ഒക്കെ തള്ളി പറഞ്ഞതല്ലേ. സർക്കാരിനെതിരെ പ്രതിഷേധിച്ചവരൊക്കെ അടിച്ചമർത്തിയില്ലേ. പെൻഷൻ കൊടുക്കാതെയും സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കാതെയും ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചില്ലേ. അവിടെ നന്മില്ല എന്ന് പറയണത് കഷ്ടമാണ് കേട്ടോ. നമ്മളല്ലാതെ മറ്റാരോ സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിടാൻ. എന്തായാലും ചെറിയ ആരോപണം എന്നല്ല ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടീനെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളായും കൊട്ടേഷൻ സംഘങ്ങളായും ഒക്കെ ബന്ധിപ്പിച്ചാണ് ആരോപണം വന്നിരിക്കുന്നത്. ശരിക്കും അങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടാവോ? അല്ല, അത് ആദ്യഘട്ടത്തിൽ എന്തായാലും സഹായം ഉണ്ടാവുമല്ലോ. അവർക്ക് ഈ പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായി എല്ലാ ലീഡർഷിപ്പല്ല, പാർട്ടിയിൽ ചില ലീഡർഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പാർട്ടി ലീഡർഷിപ്പിലുള്ള ആൾക്കാർക്ക് കൊട്ടേഷൻ സംഘങ്ങളായിട്ട് ബന്ധമുണ്ടെന്നോ? കണ്ണൂരിലിപ്പോ നേതൃസ്ഥാനത്താരാ? സ്വർണ്ണക്കടത്തും കൊട്ടേഷനൊക്കെ പറഞ്ഞ് ഈ മനു തോമസ് പാർട്ടിക്ക് പലതവണ പരാതി കൊടുത്തു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു തിരുത്തലുണ്ടായില്ല എന്ന് പറഞ്ഞ് മടുത്തൂന്നും കാണിച്ചിട്ടാണ് മനു തോമസ് പാർട്ടിയിൽ നിന്ന് മാറുന്നത്. പാർട്ടിക്കെതിരെ ഇത്ര വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം പോലും കാത്തിരുന്നിട്ട് കാര്യമില്ല. ജയരാജൻ സഖാവേ, ആർക്കും മനസ്സിലാവാത്ത ആ തത്വചിന്തകൾ അങ്ങോട്ട് പുറത്തേക്ക് എടുക്ക്. ഒരാൾ പാർട്ടിയോട് ഒരു പരാതിപ്പെട്ടു എന്ന് കരുതുക, അതിന് മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കണ്ടല്ലോ. മനസ്സ് മടുക്കാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതാകണം. കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ന് നിലവിലുള്ള ചൂഷണ വ്യവസ്ഥയെ
വിപ്ലവത്തിലൂടെ മാറ്റി ഒരു ചൂഷണരഹിത സമൂഹം കെട്ടിപ്പടുക്കാനാണ്. വ്യക്തിയെ നോക്കിയല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്. നാടിനു വേണ്ടിയാണ്, സമൂഹത്തിനു വേണ്ടിയാണ്. അല്ല സഖാവെ, ഡിവൈഎഫ്ഐയുടെ നേതൃസ്ഥാനത്തിരുന്ന ഒരു നേതാവ് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് പലതവണ പാർട്ടിക്ക് പരാതി തരുമ്പോൾ അതിലെന്തെങ്കിലും ഇല്ലാണ്ടിരിക്കില്ലല്ലോ. മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് അതിലൊരു കഴമ്പുമില്ലെന്നാണ് തെളിഞ്ഞത്. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള M ഷാജർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ആകാശ് തില്ലങ്കേരിയുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്നാണ് മനു തോമസ് കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും കണ്ണൂരിനെതിരെ മാത്രമാണ് പുള്ളിയുടെ ആരോപണം. നമ്മുടെ കോംറേഡ്സിന് എല്ലാ ജില്ലയിലും ഭയങ്കര പിടിയാണെന്ന് അറിഞ്ഞൂടെ? പല സ്ഥലങ്ങളിലും, അത് കണ്ണൂർ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടി തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായാലും പാർട്ടിക്ക് നല്ലതാണ്. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. തീർച്ചയായും ഉണ്ട്. അതിന് സംശയം എന്താ? അത് നിങ്ങൾക്കറിയാത്ത കാര്യമാണ് എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾക്കാർക്കും അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത്. സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ സംഘാംഗങ്ങളായിട്ടുള്ള പാർട്ടിയിലെ ചിലരുടെ ബന്ധമൊക്കെ പലതവണ പറഞ്ഞിട്ടും പാർട്ടി അതിനെ ഗൗനിച്ചില്ല എന്നുള്ളതാണ് മനു തോമസിന്റെ സങ്കടം. മിനിമം സ്വർണ്ണക്കടത്തുകാരായിട്ടെങ്കിലും കൂട്ട് വേണമെന്നുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അതിലൊരു ത്രില്ലില്ലെന്നേ. അതൊന്നും ഇഷ്ടമില്ലെങ്കിൽ കുട്ടി ഈ പാർട്ടി വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ എന്നുള്ള നിലപാടാണ് പാർട്ടിയിലെ ചിലർക്കുള്ളത്. മനു തോമസിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം എന്നാണ് ജയരാജൻ സഖാവ് പറയുന്നത്. എന്നാലും തീരുമ്പോ ചുറ്റും ഇങ്ങനെ CPIMനെതിരെ വെറൈറ്റി ആരോപണങ്ങളും വിവാദങ്ങളും വരുന്നത് എന്തൊരു കഷ്ടമാണ്. അപ്പൊ പാർട്ടിയുടെ ഉള്ളില് പരാതി കൊടുക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആളും തരവും നോക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പരാതി കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി നിൽക്കും. അല്ലാച്ചാ എല്ലാവരുടെ മുന്നിലും വെച്ച് പരാതിയിൽ ഒരു കഴമ്പും ഇല്ല എന്ന് പറഞ്ഞ് ചുറ്റിക്കൂട്ടി ചവറ്റുകൊട്ടയിലിടും. അത് ഭയർ കിട്ടും. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.